ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ ആയി നല്ലൊരു വീഡിയോ ഇട്ടിട്ട് ഓരോ തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ പോയി. അപ്പം ഇന്നൊരു വ്ളോഗാണ്, ചെറിയൊരു വ്ളോഗാട്ടോ. നമ്മൾ ഫാമിലി എല്ലാവരും ഇല്ല, നല്ലവർ വെച്ചിട്ട് നമ്മുടെ വീടിന് അടുത്ത് തന്നെ ഉണ്ട്. നമ്മുടെ പ്രദേശവാസികൾക്കും നാട്ടിലുള്ള എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മുടെ കരിങ്കപ്പാറ വെള്ളച്ചാട്ടം. ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ, നല്ലൊരു ഫീലാണ്. അപ്പോൾ നല്ല ശക്തിയിൽ വെള്ളച്ചാട്ടമുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് കുട്ടികളൊക്കെ ഉണ്ടായപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ചപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് പുറത്ത് പോവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ ആയില്ലായിരുന്നല്ലേ വീഡിയോസൊക്കെ എടുത്തത്. ഞങ്ങളുടെ നാട്ടിലെ കരിങ്കപ്പാറ സ്കൂളാട്ടോ കഴിഞ്ഞു പോയത്. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്നൊരു 5-10 മിനിറ്റൊക്കെ ഉള്ളൂ കേട്ടോ. ഇതാണ് നമ്മുടെ സ്ഥലം. അപ്പം നമ്മളവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ തോടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ ഒലിച്ചു പോയിട്ട് ആ വെള്ളച്ചാട്ടത്തിൽ കൂടെ കമ്പൈൻ ചെയ്തിട്ട് പിന്നെ അവിടുന്ന് വീണ്ടും ഒലിച്ചു പോകും കേട്ടോ. അപ്പോൾ ഇവിടെ മഴയൊക്കെ പെയ്തിട്ട് ഇങ്ങനെ ചെളി വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ദയാമിക്കുട്ടി ഇത് പോകുന്നു, മുന്നിലെ ഏട്ടനും വൈഫും കുട്ടികളുണ്ട്. പിന്നെ ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഇവിടെ ഈ എന്താ പറയുക, ഈ ഫുട്പാത്തൊക്കെ ആദ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ പുതിയതായിട്ട് കുറച്ചൊന്ന് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഇവിടെ. ആദ്യം ഇങ്ങനെ തുറന്നു വിട്ട പോലെ അങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ചായിട്ട് ഈ ഒരു കരിങ്കപ്പാറ വാട്ടർഫാൾസ് എന്ന് പറഞ്ഞിട്ട് കുറച്ചൊന്ന് വൈറലൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ദൂരത്തുനിന്നൊക്കെ ആളുകളൊക്കെ അത് കാണാനൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് ഏട്ടൻ്റെ കുട്ടിയാണ് കേട്ടോ, ശ്രദ്ധിക. പിന്നെ അപ്പോൾ ഇത് ആണ് നമ്മൾ കാണാൻ. നമ്മളിതിന് മുന്നേ കാണാൻ വന്നിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ ഒന്നും കൂടെ വന്നപ്പോൾ ഒന്നും കൂടെ വീഡിയോ എടുക്കുന്നതേ ഉള്ളൂ. നല്ല വ്യൂ ആട്ടോ, കണ്ടില്ല, നല്ല ഭംഗിയിൽ. ഇപ്പം ഇങ്ങനെ ഈ ഫുട്പാത്ത് ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടേക്ക് ഇങ്ങനെ നടന്ന് നന്നായിട്ട് ഒന്നുകൂടെ എക്സ്ട്രാ നമുക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഒരുപാട് ആളുകൾ വരുന്നുണ്ട് കേട്ടോ. സൺഡേ ഒക്കെ ഭയങ്കര തിരക്കായിരിക്കും. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിൽ തന്നെ ഒരു പള്ളിയും ഉണ്ട് കേട്ടോ, പള്ളിയും കൂടെ ഉണ്ട്. പിന്നെ നല്ല തണുത്ത വെള്ളമായിരിക്കും. നമുക്ക് ഇതിലിറങ്ങി കളിക്കാൻ നല്ല രസമായിരിക്കും. പക്ഷെ ഇതിലിറങ്ങരുതെന്ന് അവർ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പം ഓരോ സംഭവങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് സുരക്ഷ അതിൻ്റെ ഫലമായി ഇല്ല, സുരക്ഷയുടെ ഭാഗമായിട്ടായിരിക്കാം. പക്ഷെ എന്നാലും നമ്മൾ മലയാളികളുടെ സ്വഭാവം ചെയ്യരുത് എന്ന് പറയുന്നത് ചെയ്യുന്നതാണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ എന്നാലും കുറേ ആളുകൾ ഇറങ്ങുന്നുണ്ട്. നമ്മളും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിൻ്റെ കുറച്ചൊരു ഒഴുക്കില്ലാത്തൊരു സൈഡിൽ മാത്രമേ നമ്മൾ ഇറങ്ങിയിട്ടുള്ളൂ. നല്ല ശക്തിയിൽ വെള്ളം ചാടുന്ന അവിടെ നിന്നും നമ്മൾ ഇറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതിങ്ങനെ ഒഴുകിപ്പോയതാ. ഈ ഒരു സ്ഥലത്തിൻ്റെ കുറച്ച് താഴെയാണ് യഥാർത്ഥ വെള്ളച്ചാട്ടം വരുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ മുകളിലുള്ള സംഭവമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ വെള്ളമൊക്കെ കൂടെ തന്നെ ഒഴുകി വേറൊരു സ്ഥലത്ത് നന്നായിട്ട് വെള്ളച്ചാട്ടം പോലെ ചാടട്ടെ. നമ്മുടെ ശ്രീതുവാവയാണ്, ആൾ നോക്കുകയാണ് എന്താ ചെയ്യുന്നത് മേവാന്ന്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ താഴെ ഭാഗത്തേക്ക് നോക്കാം. അപ്പോൾ നമ്മൾ അവിടെ കണ്ടു കഴിഞ്ഞതിന് ശേഷം സൈഡിൽ കൂടെ തന്നെ ഈ റോഡിൽ കൂടെ ഇത്തിരി താഴേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ കണ്ട വെള്ളം ഉണ്ടല്ലോ, അത് ചാടി വരുന്ന സ്ഥലം നമുക്ക് കാണാം. ഇതാണ് കേട്ടോ ആ ഒരു വെള്ളച്ചാട്ടം, അതായത് നമ്മൾ യഥാർത്ഥ വെള്ളച്ചാട്ടം. മറ്റേതൊക്കെ നമ്മൾ ആ തോട്ടിൽ നിന്ന് ഇങ്ങനെ ഒഴുകി ഇങ്ങനെ വന്നിട്ട് ഇവിടെയാണ് മെയിനായിട്ട് ഇങ്ങനെ നല്ല ഭംഗിയിൽ ചാടുന്നത് കേട്ടോ. നമ്മളിതിൻ്റെ സൈഡിൽ നിന്നിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നമ്മുടെ ഫേസിലേക്ക് ഇങ്ങനെ ആ ഒരു വെള്ളത്തിൻ്റെ എന്താ പറയുക, ചെറിയ ചെറിയ പാറ്റൽ, വെള്ളത്തുള്ളി എന്നൊക്കെ പറയില്ലേ, എന്താ ഇപ്പോൾ അതിന് പറയാനറിയില്ല, അതിങ്ങനെ നമ്മുടെ ഫേസിലേക്ക് വരും കേട്ടോ. നല്ല രസം. അതായത് ഇതിപ്പോൾ മഴ ചെയ്തുകൊണ്ട് നല്ല ശക്തിയിൽ വെള്ളം ചാടുന്നതുകൊണ്ടാട്ടോ അതങ്ങനെ. എനിക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, ഒരു പുക പോലെ ഇങ്ങനെ വരും ആ വെള്ളത്തിൻ്റെ ഒരു ഇത്. നല്ല ഭംഗിയാണ്, നല്ല രസമാണ്. ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ഇറങ്ങാൻ പാടില്ലാത്തത്, കാരണം കുറച്ചൊക്കെ ഒരു ഒഴുക്കുണ്ട്. ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. നമുക്ക് ഓരോ കാര്യങ്ങൾ അവിടെ ഓരോ സ്ഥലങ്ങളിലായിട്ട് ഓരോന്ന് നടക്കുന്നതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഒഴുക്കില്ലാത്തൊരു സ്ഥലത്ത് നമുക്ക് കാല് നനയ്ക്കാനൊക്കെ ഇറങ്ങാം, പക്ഷെ എന്നാലും കുറേ ആളുകളൊക്കെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ മെയിൻ വെള്ളച്ചാട്ടത്തിൽ നിന്ന് പിന്നെ വീണ്ടും ഒരു തോട്ടിൽ കൂടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പോകും കേട്ടോ. അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. അപ്പം നമുക്ക് ഇത് കാണാം, വെള്ളച്ചാട്ടം കാണാം.
കണ്ടില്ലേ, ഇവിടെയൊക്കെ കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. ശരിക്കും അവിടെ നിന്ന് ഇറങ്ങാൻ പാടില്ല, പക്ഷെ നമ്മൾ ശ്രദ്ധിച്ച് നിന്നാൽ ഓക്കെയാണ്, കുഴപ്പമില്ല. പിന്നെ നമ്മുടെ നാട്ടിലല്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഇതെവിടെയാണ് സ്ഥലം എന്ന് വെച്ചാൽ നമ്മുടെ മലപ്പുറം ജില്ലയിലാണ്. എന്താ പറയുക, വയലത്തൂരിനും കോഴിച്ചനേൻ്റെയും ഇടയിൽ കരിങ്കപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു വരുന്നത്. പിന്നെ ഈ വയലത്തൂർ കോഴിച്ചനൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ വയലത്തൂർ ഈ തിരൂർ ഭാഗത്തൊക്കെ ആയിട്ട് അങ്ങനെ വരുന്നതാണ്. പിന്നെ കോഴിച്ചന കോട്ടയ്ക്കൽ ഭാഗം അങ്ങനെ കറക്റ്റായിട്ട് എനിക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല, എന്നാലും ഇതിൻ്റെയൊക്കെ ഇടയിലാണ് ഈ ഒരു സ്ഥലം വരുന്നത് കേട്ടോ. ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ നമുക്ക് കാണാം കേട്ടോ, ഒരുപാട് റീൽസ് ഉണ്ട് ഈ കരിങ്കപ്പാറ വെള്ളച്ചാട്ടത്തിനെ കുറിച്ച്. അതൊക്കെ കണ്ടിട്ട് ദൂരെ നിന്ന് വരുന്നവർ അത്ര ഹൈപ്പ് ഉണ്ടോ ചോദിച്ചാൽ ഞാൻ പറയും അത്ര ഹൈപ്പൊന്നുമില്ല. എന്ന് വെച്ചാൽ അത് ഭംഗിയില്ല എന്നല്ല കേട്ടോ പറയുന്നത്. അതായത് ഒരുപാട് ലോങ്ങിൽ നിന്നൊക്കെ വന്ന് ഇത് കാണാൻ വേണ്ടി മാത്രം അത്രയും റിസ്ക് എടുത്ത് വരുന്നത് അത്രയൊന്നും ഉണ്ടാവില്ല തോന്നുന്നു. നമ്മൾ ഈ ഒരു വെള്ളച്ചാട്ടമാണ് മെയിനായിട്ട് ആ ഒരു മഴ കൂടുതലുള്ള സമയത്ത് നല്ല ഭംഗിയുണ്ടായിരിക്കും കാണാൻ കേട്ടോ. അപ്പം ഇത് ഭംഗിയില്ല രസമില്ല എന്നല്ല കേട്ടോ പറഞ്ഞത്, പക്ഷെ അത്രയും ലോങ്ങൊന്നും നമ്മൾ അത്ര റിസ്ക് എടുത്ത് വരണമെങ്കിൽ അത്രയും ഇത് വേണ്ടേ, അതുകൊണ്ട് പറഞ്ഞാണ്. ഇനി ഇവിടുത്തെ ഇപ്പോൾ ഈ കണ്ട നമ്മൾ ഈ മെയിൻ സ്ഥലത്തെ വെള്ളമൊക്കെ ഒലിച്ചു പോകുന്നത് പിന്നെയും വീണ്ടും ഈ തോടായിട്ട് ഇങ്ങനെ ഒലിച്ചു പോകും. തോടായിട്ടല്ല, തോട്ടിലൂടെ ഒലിച്ചു പോകും. അപ്പം നേരത്തെ നമ്മൾ കണ്ട വെള്ളച്ചാട്ടത്തിലെ വെള്ളമാണ് ഇങ്ങനെ ഒലിച്ചൊലിച്ച് അങ്ങനെ പോകട്ടോ, കുറേ അങ്ങനെ പോവേ. ഇവിടെ ഒരാളൊക്കെ ഉണ്ട് വീഡിയോ എടുക്കുകയാണെന്ന് പറഞ്ഞാൽ പിന്നെ ഭാഗത്തേക്കേ വരില്ല, ഒളിച്ചോടി പോവാണ് വീഡിയോ നോക്കട്ടെ. അങ്ങനെ അവിടെ നിന്നൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരികയാണ്. ഇപ്പോൾ ഇവിടെ കുറേ ആളുകളൊക്കെ കാണാൻ വരുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഇതുപോലെ ഐസ്ക്രീം പിന്നെ ചില സമയത്ത് കോണൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വിൽക്കുന്നുണ്ട് കുട്ടികളൊക്കെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി. കുട്ടികളും പിന്നെ വലിയവരും കഴിക്കും. നമ്മൾ മഴയാണ് ഐസ്ക്രീമൊന്നും കഴിക്കണ്ടെന്നൊക്കെ വലിയ ഇതിൽ പറയുമെങ്കിലും കാണുമ്പോൾ പിന്നെ കഴിക്കാൻ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ലല്ലോ. അത് വാനിലയും സ്ട്രോബെറിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഐസ്ക്രീം ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മിക്സ് ചെയ്തുകൊണ്ടാണെന്ന് അറിയില്ല, നല്ല രസം ഉണ്ടായിരുന്നു. യാമിക്ക് ഇവിടെ തകർത്ത് കഴിപ്പിലാണ്, കയ്യും കഴിക്കുന്നുണ്ട് ഐസ്ക്രീം. അപ്പം അങ്ങനെ പിന്നെ എന്താ തുമ്പേനെ കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്താണ്. ഇപ്പോൾ തുമ്പേനൊന്നും കാണാനേ കിട്ടാറില്ല, നിങ്ങളെ നാട്ടിലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ തുമ്പനെ കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്തതാണ്. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് പോരുകയാണ്. പോകുന്ന വഴിക്ക് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു കുളം ഉണ്ട് കേട്ടോ, നല്ലതാണ്. ഇതാണ് പുതുശ്ശേരി കുളം എന്നാണ് പറയുക, നമ്മുടെ നാട്ടിലുള്ളവർക്ക് അറിയണ്ടായിരിക്കും. നല്ല ഭംഗിയാണ് കാണാൻ മഴക്കാലത്ത് കേട്ടോ. വേനലിൽ പിന്നെ വെള്ളം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഒരുപാട് ആളുകൾ ഞങ്ങൾ പോയപ്പോൾ തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ, അല്ലെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും. കുറേ കുട്ടികളായാലും വലിയവരായാലും ഒക്കെ ഇവിടെ ചാടി നീന്തി കുളിക്കാൻ വേണ്ടിയിട്ട് വരും. നല്ല രസമാണ്. അവിടെ അതാ ഒരു തോടും കൂടെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഒലിച്ചു പോകുന്ന വെള്ളം ആയതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ച് നേരം കാലൊക്കെ നനച്ച് പിന്നെ നമ്മൾ വീട്ടിലേക്ക് തന്നെ പോയി. പിന്നെ ബാക്കിയുള്ള വീഡിയോസൊന്നും നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കുട്ടി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കുറേ കാലമായി നമ്മൾ നല്ല വീഡിയോസൊക്കെ ഇട്ടിട്ട്, അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോസായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകൂടാ വരിക എല്ലാവരും. വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ചാടി 2 ആൾക്കാരെയാണ് നിങ്ങൾ കാണുന്നത്, ഏതോ 2 കുട്ടികൾ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ, സീ യു.